കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെയായിരുന്നു. വളരെയധികം യോഗ്യമായിട്ടുള്ള ഒരു മാധ്യമത്തിൽ നിന്നായിരുന്നു ഈ ഒരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സും ഒരു ഫോറിൻ ക്ലബ്ബും തമ്മിൽ ടൈപ്പ് ആവാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്. അതായത് ഈ ഒരു വാർത്ത എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കൂടി മാത്രമേ ഉള്ളൂ എന്നാണ് ആ ഒരു വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതുവരെ ആ ഒരു വാർത്തയ്ക്കുള്ള കൂടുതലൊരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്ന സമയത്ത് പല പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളുടെയും പേര് പ്രചാരണത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ മുൻപന്തിൽ നിന്നൊരു പേരായിരുന്നു ബുണ്ടസ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബുണ്ടസ് തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ വിൻ ചെയ്യാനായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന ആ ഒരു ടീം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു സീസണിൽ UCL എന്താ പറയുക റണ്ണർ-അപ്പ് ആയിട്ടുള്ളൊരു ടീമാണ്. സോ ആ ഒരു ടീം ഇൻവെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ടൈപ്പ് ചെയ്യുന്നു എന്ന തരത്തിലായിരുന്നു ആദ്യം പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വാർത്ത തികച്ചും വ്യാജമാണ്. അല്ലെങ്കിൽ ആ ഒരു വാർത്തയുമായി അല്ലെങ്കിൽ ആ ഒരു ടീമിനുമായി ബന്ധപ്പെട്ട് ഉള്ള പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു വിശ്വാസയോഗ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ എന്നാൽ പോലും ഏത് ക്ലബ്ബായിരിക്കും അല്ലെങ്കിൽ ഏത് ഫോറിൻ ക്ലബ്ബായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായി ടൈപ്പ് ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന ഒരു ആകാംക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലവിലുള്ളത്. അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുംബൈ സിറ്റി FC എന്ന് പറയുന്ന ക്ലബ്ബ് ടൈപ്പ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ മുംബൈ സിറ്റി FCയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി, അതായത് സിറ്റി ഗ്രൂപ്പ് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മെൽബൺ സിറ്റിയും മാഞ്ചസ്റ്റർ സിറ്റിയും അങ്ങനെ അതോടൊപ്പം തന്നെ നിലവിൽ മുംബൈ സിറ്റി അങ്ങനെ തുടങ്ങിയ ഒരു സിറ്റി ഗ്രൂപ്പാണ് മുംബൈ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കംപ്ലീറ്റ് മാറ്റം തന്നെ ആ ഒരു ടീമിൽ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുംബൈ സിറ്റി FC എത്ര മാത്രം മാറിയിട്ടുണ്ട് എന്ന് അവർ അതിനുശേഷം എന്തോരം ടൈറ്റിൽസ് വോൺ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. സോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിനും മാറാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സാമ്പിളാണ് മുംബൈ സിറ്റി FC എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും നല്ലൊരു സാധ്യത തന്നെയാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മേഖലയിലും, അതായത് സ്കൗട്ടിങ് ആവട്ടെ, യങ് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്ന പ്രോഗ്രാം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു മികച്ച ഒരു ഇമ്പാക്റ്റ്ഫുള്ള് വരുന്നൊരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നായിരിക്കും. അത് മാത്രമല്ല ഫിനാൻസിലും ഒരു നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഏത് ക്ലബ്ബ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ആവാനായിട്ട് പോകുന്നതെന്ന്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുകയാണ്. നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു കാര്യം. സോ ഉടൻ തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.